നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചരിത്രമുറങ്ങുന്ന പുതുപ്പള്ളി പള്ളിയുടെ 2026 പെരുന്നാൾ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. കാഴ്ചകളോടൊപ്പം നമുക്ക് പള്ളിയുടെ ചരിത്രവും വിശേഷങ്ങളുമൊന്നറിയാം. മധ്യകേരളത്തിലെ കോട്ടയം ജില്ലയിൽ മീനച്ചിലാറിന്റെ പോഷക നദിയായ കൊടൂരാറിന്റെ കിഴക്കേ തീരത്ത് പ്രകൃതിരമണീയമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന പുതുപ്പള്ളി സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ചരിത്രത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒരു അവിഭാജ്യ ഘടകമാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ആരാധനാലയം കേരളത്തിന്റെ സാംസ്കാരിക സമന്വയത്തിന്റെയും സാമുദായിക സൗഹാർദ്ദത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. 2007 പൗരസ്ത്യ കാതോലിക്ക ബസേലിയോസ് ദിദിമോസ് പ്രഥമൻ ബാവ ഈ പള്ളിയെ പൗരസ്ത്യദേശത്തെ ഗീവർഗീസ് സഹദായുടെ തീർത്ഥാടന കേന്ദ്രമായി അഥവാ ജോർജിയൻ പിൽഗ്രിം സെന്റർ ഓഫ് ദി ഈസ്റ്റ് എന്ന് പ്രഖ്യാപിച്ചതോടെ ഇതിന്റെ ആത്മീയ പ്രഭാവം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. 2026 പെരുന്നാൾ കാഴ്ചകളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ഈ ദേവാലയത്തിന്റെ ചരിത്രപരമായ പരിണാമവും വാസ്തുവിദ്യയിലെ സവിശേഷതകളും ആചാരപരമായ വൈവിധ്യങ്ങളും ആഴത്തിലൊന്നു നോക്കാം. പുതുപ്പള്ളി പള്ളിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് 5 പ്രധാന ഘട്ടങ്ങളിലൂടെ കടന്നുപോയതായി കാണാം. ഓരോ ഘട്ടവും ആ കാലഘട്ടത്തിലെ വിശ്വാസികളുടെ ആവശ്യങ്ങളെയും സഭയുടെ വളർച്ചയെയും പ്രതിനിധീകരിക്കുന്നു. AD 1557 വാഴക്കുളം ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു കുന്നിൻ പുറത്താണ് പുതുപ്പള്ളി പള്ളിയുടെ ആദ്യ രൂപം നിർമ്മിക്കപ്പെട്ടത്. 8 പതിറ്റാണ്ടുകൾക്ക് ശേഷം 1640 പള്ളി നിലവിലുള്ള സ്ഥലമായ ഇളംതുരുത്തി കുന്നിലേക്ക് മാറ്റിസ്ഥാപിക്കപ്പെട്ടു. AD 1750 പള്ളി വീണ്ടും പുനർനിർമ്മിക്കപ്പെട്ടു. 2003 നടന്ന വിപുലമായ പുനർനിർമ്മാണമാണ് ഇന്നത്തെ പുതുപ്പള്ളി പള്ളിയുടെ രൂപം നൽകിയത്. 3 പള്ളികൾ ഒരേ മേൽക്കുരയ്ക്ക് കീഴിൽ വരുന്ന കോമ്പോസിറ്റ് ഷ്രൈൻ എന്ന സവിശേഷമായ രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മധ്യഭാഗത്ത് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ദേവാലയവും വടക്കുവശത്ത് പരിശുദ്ധ മറിയത്തിന്റെ കപ്പേളയും തെക്കുവശത്ത് മാർ ബഹനാൻ സഹദായുടെ കപ്പേളയും പുനഃസ്ഥാപിക്കപ്പെട്ടു. ഈ നിർമ്മാണത്തിലൂടെ പള്ളിയുടെ ചരിത്രത്തിലെ എല്ലാ ഘട്ടങ്ങളെയും ഒരുമിച്ചു ചേർക്കാൻ സാധിച്ചു. പുതുപ്പള്ളി പള്ളിയിൽ 9 വിശുദ്ധരുടെ മധ്യസ്ഥത ഉറപ്പാക്കിയിരിക്കുന്നത് അതിലെ 3 അൾത്താരകളിലൂടെയും വശങ്ങളിലുള്ള ഉപപീഠങ്ങളിലൂടെയുമാണ്. ഇത് വിശ്വാസികൾക്ക് വൈവിധ്യമാർന്ന ആത്മീയ അനുഭവം നൽകുന്നു. ഗീവർഗീസ് സഹദായുടെ പള്ളി മധ്യഭാഗം. ഇവിടെ പ്രധാന അൾത്താര വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമത്തിലും ഇടതുവശത്തെ അൾത്താര മാർ തോമാ ശ്ലീഹയുടെ നാമത്തിലും വലതുവശത്തെ അൾത്താര പരുമല തിരുമേനി അഥവാ മാർ ഗ്രിഗോറിയോസിന്റെ നാമത്തിലും സ്ഥാപിച്ചിരിക്കുന്നു. പരിശുദ്ധ മറിയത്തിന്റെ കപ്പേള വടക്കുഭാഗം. ഇവിടെ പ്രധാന അൾത്താര ദൈവമാതാവായ മറിയത്തിന്റെ നാമത്തിലും വശങ്ങൾ മോർത്ത് ഷ്മൂനിയുടെയും മോർത്ത് യൂലിത്തിയുടെയും നാമത്തിലുമാണ്. മാർ ബഹനാൻ സഹദായുടെ കപ്പേള തെക്കുഭാഗം. ഇവിടെ പ്രധാന അൾത്താര മാർ ബഹനാന്റെ നാമത്തിലും വശങ്ങൾ വട്ടശ്ശേരിൽ തിരുമേനി പാമ്പാടി തിരുമേനി അഥവാ കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ് എന്നിവരുടെ നാമത്തിലുമാണ്. ഈ ക്രമീകരണം വിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിലെ വിവിധ ആവശ്യങ്ങൾക്കായി വ്യത്യസ്ത വിശുദ്ധരുടെ മധ്യസ്ഥത തേടാൻ അവസരമൊരുക്കുന്നു. ഉദാഹരണത്തിന് മാതൃത്വത്തിനും രോഗശാന്തിക്കുമായി പരിശുദ്ധ മറിയത്തെയും മോർത്തിഷ് മൂനിയെയും അഭയം പ്രാപിക്കുമ്പോൾ പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്തിനായി ഗീവർഗീസ് സഹദായെയും സഭയുടെ സംരക്ഷണത്തിനായി വട്ടശ്ശേരിൽ തിരുമേനിയെയും വിശ്വാസികൾ സ്മരിക്കുന്നു. പുതുപ്പള്ളിപ്പള്ളിയുടെ വാസ്തുവിദ്യ കേരളീയ പാശ്ചാത്യ ശൈലികളുടെ മനോഹരമായ സമന്വയമാണ്. പഴയ പള്ളിയുടെ തനിമ നിലനിർത്തിക്കൊണ്ടാണ് പുതിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് പുരാതനമായ ചുവർ ചിത്രങ്ങളാണ്. സസ്യങ്ങളിൽ നിന്നും വേരുകളിൽ നിന്നും വേർതിരിച്ചെടുത്ത പ്രകൃതിദത്തമായ ചായങ്ങൾ ഉപയോഗിച്ചാണ് ഈ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. ബൈബിളിലെ വിവിധ രംഗങ്ങൾ ആവിഷ്കരിക്കുന്ന ഈ ചിത്രങ്ങൾ ആധുനിക കാലത്തും മങ്ങാതെ നിൽക്കുന്നത് അന്നത്തെ കലാകാരന്മാരുടെ കഴിവിനെ വിളിച്ചോതുന്നു. ഗീവർഗീസ് സഹദ ഡ്രാഗനെ കൊല്ലുന്ന ചിത്രം ഇതിലേറ്റവും ശ്രദ്ധേയമാണ്. പള്ളിയുടെ 3 കപ്പേളകൾ ചേരുന്ന മുൻഭാഗം ട്രിപ്പിൾ ഫസാഡ് ഫോട്ടോഗ്രാഫർമാർക്കും വാസ്തുവിദ്യാ പ്രേമികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. കൊടൂരാറിന്റെ പശ്ചാത്തലം പള്ളിക്ക് ഒരു സ്വർഗീയ അനുഭവം നൽകുന്നു.
ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ പെട്ടെന്ന് കവല കാഞ്ഞിരത്തുമോട് കുരിശടിയിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നതായ പ്രദക്ഷിണം പള്ളിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. പ്രസ്തുത പ്രദക്ഷിണത്തെ ഫാദർ പി സി വർഗീസ് കശീശ, ഫാദർ കുര്യാക്കോസ് കുര്യൻ കശീശ എന്നീ വൈദിക ശ്രേഷ്ഠർ ആശീർവദിക്കുന്നു. വിശുദ്ധനായ ഗീവർഗീസ് സഹദായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സഹദായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്വാഗതം ചെയ്യുന്നു. പുതുപ്പള്ളി പെരുന്നാൾ അഥവാ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ ആകർഷിക്കുന്ന ഒരു മഹാമഹമാണ്. 2026 മെയ് 7 പ്രധാന പെരുന്നാൾ നടക്കുന്നത്. ഇതിനു മുന്നോടിയായി 10 ദിവസത്തെ ചടങ്ങുകൾ ആരംഭിക്കുന്നു. പെരുന്നാളിന് 10 ദിവസം മുമ്പ് പുതുപ്പള്ളി, എരിക്കാട് എന്നീ കരകളിൽ നിന്നുള്ള ഭക്തർ ആഘോഷപൂർവ്വം കൊണ്ടുവരുന്ന ആനുകാലിൽ കെട്ടിയ കൊടിമരങ്ങൾ പള്ളിമുറ്റത്ത് ഉയർത്തുന്നതോടെ പെരുന്നാളിന് തുടക്കമാകുന്നു. ഇതിനോടൊപ്പം തന്നെ വിറകിടിയിൽ ചടങ്ങും നടക്കുന്നു. വെച്ചൂട്ടിനും നേർച്ചയ്ക്കും ആവശ്യമായ വിറക് കരക്കാർ ഘോഷയാത്രയായി കൊണ്ടുവരുന്ന ഈ ചടങ്ങ് സാമുദായിക ഐക്യത്തിന്റെ വലിയൊരു കാഴ്ചയാണ്. പുതുപ്പള്ളി പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് ഏതാണ്ട് 401 പവൻ സ്വർണത്തിൽ നിർമ്മിച്ച പൊന്നിൻ കുരിശ്. സാധാരണയായി പള്ളിയുടെ സുരക്ഷിത അറയിൽ സൂക്ഷിക്കുന്ന ഈ കുരിശ് പെരുന്നാൾ സമയത്ത് മാത്രമാണ് പുറത്തെടുക്കുന്നത്. മെയ് 6 സന്ധ്യയോടെ പ്രത്യേക പ്രാർത്ഥനകളോടെ പൊന്നിൻ കുരിശ് ത്രോണോസിൽ സ്ഥാപിക്കുന്നു. ഇത് ദർശിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തുന്നത്. ഈ സ്വർണ്ണക്കുരിശിന് പിന്നിൽ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും നിലനിൽക്കുന്നു. നാടിന്റെ ഐശ്വര്യമായും രക്ഷയായും ഈ കുരിശിനെ വിശ്വാസികൾ കരുതുന്നു. പുതുപ്പള്ളി പള്ളിയുടെ മറ്റൊരു വിശേഷപ്പെട്ട ചടങ്ങാണ് പന്തിരുനാഴി പുറത്തെടുക്കൽ. 12 നാഴി അരി സമർപ്പിച്ചുകൊണ്ടുള്ള ഈ വഴിപാട് പള്ളിയുടെ കാർഷിക പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതാണ്. വിളവെടുപ്പിന്റെ ഒരു വിഹിതം ദൈവത്തിന് സമർപ്പിക്കുന്ന രീതിയിൽ നിന്നാണ് ഈ ചടങ്ങ് രൂപപ്പെട്ടത്. പുതുപ്പള്ളി പള്ളിയിലെ ഏറ്റവും ജനപ്രിയമായ വഴിപാടാണ് കോഴി നേർച്ചയും അപ്പം നേർച്ചയും. ഭക്തർ ജീവനുള്ള കോഴികളെ പള്ളിയിൽ കാഴ്ചയായി സമർപ്പിക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന ആയിരക്കണക്കിന് കോഴികളെ പള്ളിയിലെ അടുക്കളയിൽ വെച്ച് പാകം ചെയ്ത് വിശ്വാസികൾ തന്നെ കൊണ്ടുവരുന്ന അപ്പത്തോടൊപ്പവും അതുപോലെ പള്ളിയിൽ നിന്നും തയ്യാറാക്കുന്ന അപ്പത്തോടൊപ്പവും വിളമ്പുന്നു. വിശുദ്ധ ഗീവർഗീസ് സഹദായ്ക്ക് കോഴി സമർപ്പിക്കുന്നത് രോഗശാന്തിക്കും ഐശ്വര്യത്തിനും ഉത്തമമാണെന്ന് വിശ്വാസികൾ കരുതുന്നു. പെരുന്നാൾ ദിവസം ഉച്ചകഴിഞ്ഞു നടക്കുന്ന രാസയ്ക്ക് ശേഷം ഈ അപ്പവും കോഴിയും ജാതിമതഭേദമന്യേ വിതരണം ചെയ്യുന്നു. ജാതിമതഭേദമന്യേ എല്ലാവർക്കും നൽകുന്ന ഭക്ഷണമാണ് വെച്ചൂട്ട്. ഇതിനായുള്ള ഒരുക്കങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങുന്നു. ആയിരക്കണക്കിന് കിലോ മാങ്ങ അരിയുന്ന മാങ്ങ മുറിക്കൽ ചടങ്ങ് പോലും ഒരാഘോഷമാണ്. പെരുന്നാൾ ദിവസം പള്ളിയിലെത്തുന്ന ആരും വിശപ്പടയ്ക്കാതെ പോകരുത് എന്ന നിർബന്ധം പള്ളി അധികാരികൾക്കുണ്ട്. ഇത് പങ്കുവയ്ക്കലിന്റെയും കരുണയുടെയും വലിയ പാഠമാണ് നൽകുന്നത്. പുതുപ്പള്ളി പള്ളിയുടെ ആത്മീയ പദവി വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകമാണ് അവിടെ സൂക്ഷിച്ചിട്ടുള്ള വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുശേഷിപ്പ്. ഈ തിരുശേഷിപ്പിന്റെ സാന്നിധ്യം പള്ളിയെ ഒരു മഹാതീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നു. പ്രതിസന്ധികളിൽ ഉഴലുന്നവർക്കും മാറാരോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കും ഈ തിരുശേഷിപ്പിന് മുന്നിൽ പ്രാർത്ഥിക്കുന്നത് വലിയ ആശ്വാസം നൽകുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും പുതുപ്പള്ളിയുടെ പ്രിയപ്പെട്ട ജനനേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അന്ത്യവിശ്രമ സ്ഥലമെന്ന നിലയിൽ പുതുപ്പള്ളി പള്ളി ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു. തന്റെ ജീവിതകാലം മുഴുവൻ ഈ ദേവാലയവുമായി ആത്മബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം തന്റെ അന്ത്യയാത്രയിലും പുതുപ്പള്ളി പള്ളിയെ തെരഞ്ഞെടുത്തു. പള്ളി അങ്കണത്തിൽ ഒരുക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ കല്ലറയിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: സത്യമായും ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. ബൈബിളിലെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് കടമെടുത്ത ഈ വരികൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും നേർക്കാഴ്ചയായി ഭക്തരും അനുയായികളും കാണുന്നു. കല്ലറ ദർശിക്കാനെത്തുന്നവരുടെ തിരക്ക് പള്ളിയെ ഒരു സാമൂഹിക തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കല്ലറയ്ക്ക് മുന്നിൽ മെഴുകുതിരി തെളിക്കാനും പ്രാർത്ഥിക്കാനും എത്തുന്നവർ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ അനുഗ്രഹം തേടാനും മറക്കാറില്ല. ഇത് മതവും രാഷ്ട്രീയവും ആത്മീയതയും എങ്ങനെ ഒരു പ്രദേശത്തിന്റെ വികാരമായി മാറുന്നു എന്നതിന്റെ ഉദാഹരണമാണ്.
പുതുപ്പള്ളി പള്ളി കേവലം ഒരു ക്രൈസ്തവ ദേവാലയമല്ല, മറിച്ച് മധ്യകേരളത്തിന്റെ സാംസ്കാരിക ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. ഇവിടുത്തെ ആചാരങ്ങളിൽ ഹൈന്ദവ ആചാരങ്ങളോട് സാമ്യമുള്ള പല ഘടകങ്ങളും കാണാം. ഉദാഹരണത്തിന് കൊടിയേറ്റം, വെച്ചൂട്ട്, ആനുകാൽ കൊടിമരങ്ങൾ എന്നിവ കേരളീയ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. തീർത്ഥാടകർക്കായി പള്ളിയിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കോടൂരാറിന്റെ തീരത്തുള്ള മനോഹരമായ നടപ്പാതകൾ വിശ്വാസികൾക്ക് ധ്യാനനിരതമായ ഒരു അന്തരീക്ഷം നൽകുന്നു. കൂടാതെ ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തുന്നവർക്ക് താമസിക്കാനും ഭക്ഷിക്കാനുമുള്ള സൗകര്യങ്ങൾ സമീപം തന്നെ ലഭ്യമാണ്. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി അതിന്റെ 5 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ അത് മാറ്റമില്ലാത്ത വിശ്വാസത്തിന്റെയും വളരുന്ന സാംസ്കാരിക പാരമ്പര്യത്തിന്റെയും പ്രതീകമായി തുടരുന്നു. 2026 പെരുന്നാൾ പാരമ്പര്യവും ആധുനികതയും ഒത്തുചേരുന്ന ഒരു വലിയ ആഘോഷമായിരിക്കും. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥതയും 9 വിശുദ്ധരുടെ സാന്നിധ്യവും ഉമ്മൻചാണ്ടി എന്ന ജനനേതാവിന്റെ സ്മരണകളും ഈ ദേവാലയത്തെ വരും തലമുറകൾക്കും ഒരാത്മീയ അഭയകേന്ദ്രമായി നിലനിർത്തും. ചരിത്രപരമായ നിർമ്മാണഘട്ടങ്ങളും ചുവർ ചിത്രകലയുടെ സൗന്ദര്യവും അപ്പവും കോഴിയും നേർച്ച തുടങ്ങിയ തനിമയാർന്ന ആചാരങ്ങളും ഈ പള്ളിയെ ലോകത്തിൽ തന്നെ ശ്രദ്ധേയമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി പ്രതിഷ്ഠിക്കുന്നു. സത്യസന്ധതയുടെയും നീതിയുടെയും പ്രതീകമായി നിലകൊള്ളുന്ന ഈ ദേവാലയം വിശ്വാസികൾക്ക് ആത്മീയമായ ഉണർവും ശാന്തിയും നൽകുന്ന സ്വർഗതുല്യമായ ഒരിടമായി കോടൂരാറിന്റെ തീരത്ത് ശോഭിച്ചു നിൽക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.